അഹ്ബായി ഫി സഫിൽ അവ്വൽ, അസ്സലാമു അലൈക്കും. ഒന്നാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കന്മാരെ, കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ ബിത്വീഹ് കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്ലാവിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. ചിൽ ചിൽ എന്ന ആ ശബ്ദം. കൂട്ടുകാരെല്ലാവരും മരത്തിലേക്ക് നോക്കി. അപ്പോഴതാ അവിടെ ഒരു സിഞ്ചാബ് ഫനസ് തിന്നുന്നു. കൂട്ടുകാരെല്ലാവരും മരച്ചുവട്ടിൽ ഒരുമിച്ചു കൂടി. കൂട്ടുകാരെ ഒരുമിച്ച് കണ്ടപ്പോൾ സിഞ്ചാബ് പറഞ്ഞു, യാ അസ്ദിഖായി, കൂട്ടുകാരെ, ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. മരക്കൊമ്പിലിരുന്ന് സിഞ്ചാബ് വിളിച്ചു പറയുകയാണ് കേട്ടോ. എന്താണ് കൂട്ടുകാരെ വിളിച്ചു പറയുന്നത്? ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. നമ്മൾ പഴുത്ത ചക്ക കണ്ടിട്ടില്ലേ? പഴുത്ത ചക്കക്ക് എന്താണ് ഉണ്ടാവുക? നല്ല മധുര രസമായിരിക്കും ഉണ്ടാവുക അല്ലേ? ഇവിടെ നമ്മുടെ സിഞ്ചാബ് പറയുന്നതും അതാണ്. ഫനസുൽ ലദീദുൻ, രുചിയുള്ള ചക്ക. ഹയ്യ, വെൽക്കം, നഅകുലു, നമുക്ക് കഴിക്കാം. ഹയ്യ, വരൂ, നഅകുലു, നമുക്ക് കഴിക്കാം. യഅകുലു സിഞ്ചാബു വൽ ഫനസ ഫദഅഹും. കൂട്ടുകാരെ, സിഞ്ചാബ് ഇല്ലേ? സിഞ്ചാബ് ഫനസ് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഫദഅഹും, അങ്ങനെ അവരെയും സിഞ്ചാബ് ചക്ക തിന്നുന്ന സമയത്ത് ക്ഷണിച്ചു. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമ്പോ നമ്മൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഉമ്മ പറയും, അല്ലേ, അവനെയും വിളിക്കടാന്ന് പറയും. ഇതുപോലെ ഫനസ്, രുചികരമായ ലദീദായ ഫനസ് തിന്നുന്ന സിഞ്ചാബ് അവന്റെ കൂട്ടുകാരെ കണ്ടപ്പോ അവരെയും വിളിച്ചു. സിഞ്ചാബ് മരത്തിലിരുന്ന് ഫനസ് കഴിക്കുകയാണ്. എന്തു പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്? യാ അസ്ദിഖായി, എന്റെ കൂട്ടുകാരെ, ഫനസുൻ ലദീദുൻ, രുചിയുള്ള ചക്ക, ഹയ്യാ നഅകുലു, വരൂ, നമുക്ക് കഴിക്കാം. സിഞ്ചാബിന്റെ ശബ്ദം കേട്ട് മരത്തിലേക്ക് നോക്കിയ കൂട്ടുകാരോട് സിഞ്ചാബ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സിഞ്ചാബ് ഇങ്ങനെയാ പറഞ്ഞത്, അന സിഞ്ചാബ്, ഞാൻ സിഞ്ചാബാണ്. ഫനസുൻ ലദീദുൻ, രുചിയുള്ള ചക്ക, ഹയ്യാ നഅകുലു, വരൂ, നമുക്ക് കഴിക്കാം. ഇതുപോലെ സിഞ്ചാബിന്റെ മറ്റു ഓരോ കൂട്ടുകാരും ഷജറത്തുൽ ഫനസ്, പ്ലാവിൽ കയറി. എന്നിട്ട് അവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. നമുക്കതൊന്ന് പറഞ്ഞു നോക്കിയാലോ? സിഞ്ചാബ് എന്താ പറഞ്ഞത്? അന സിഞ്ചാബുൻ, ഞാൻ സിഞ്ചാബാണ്. ഫനസുൻ ലദീദുൻ, രുചിയുള്ള ഫനസാണ്. ഹയ്യാ നഅകുലു, വരൂ, നമുക്ക് കഴിക്കാം. ഇതുപോലെ മറ്റുള്ളവരും പ്ലാവിലേക്ക്, ഷജറത്തുൽ ഫനസിലേക്ക് കയറി പറയാൻ തുടങ്ങി. ആദ്യം കയറിയത് ആരാന്നറിയുമോ? ബബുഅ ആണ്. നമുക്ക് പറഞ്ഞു നോക്കിയാലോ? അന ബബുഉൻ ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. ബബുഅ എങ്ങനെയാണ് ഷജറത്തുൽ ഫനസിലേക്ക് കയറുക? സിമ്പിൾ അല്ലേ? ബബുആന് പ്രയാസമില്ലല്ലോ തത്തമ്മക്ക്. തത്തമ്മ പാറി ചെന്ന് ഷജറത്തുൽ ഫനസിന്റെ അടുത്ത് ഇരുന്നു. അവിടെ ഇരുന്നിട്ട് ബബുആ എന്താ പറഞ്ഞത്? അന ബബുഉൻ ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. ഇനി കൂട്ടുകാർ പറയില്ലേ, ഇനി ആരാ? കബിഷ്. കബിഷിനെ നിങ്ങൾക്ക് അറിയില്ലേ? കബിഷിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? നമുക്കറിയാം അല്ലേ? പ്ലാവിന്റെ ഇലയാണ് ഇഷ്ടം. അതുകൊണ്ട് പ്ലാവിൽ കയറിയ, കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പ്ലാവിൽ കയറിയിരുന്ന് നമ്മുടെ കബിഷും പറഞ്ഞു. എന്താ പറഞ്ഞത്? അന കബിഷുൻ ഫനസുൻ ലദീദുൻ
ഹയ്യാന കുലു. പറഞ്ഞോ മക്കളെ, നിങ്ങൾ കൂടെ പറയൂ മാഷേ. അനകബിഷുൻ പറഞ്ഞോളൂ. അനകബിഷുൻ ഫനസുൻ ലദീദുൻ ഹയ്യാന കുലു. ഇനി ആരാന്നറിയോ? ബുൽബുല്. ബുൽബുൽ പക്ഷിയെ നിങ്ങൾക്ക് അറിയില്ലേ? അവർക്കൊക്കെ ചക്ക ഇഷ്ടമാണ്, ഫനസ് ഇഷ്ടമാണ്. ബുൽബുൽ എന്താണ് പറഞ്ഞത്? പ്ലാവിലേക്ക് പറന്നു ചെന്നതാണ് ബുൽബുല് അല്ലേ? ഷജറത്തുൽ ഫനസ്, പ്ലാവിലേക്ക് പറന്നു ചെന്ന ബുൽബുലും പറഞ്ഞു അന ബുൽബുലുൻ ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. ഇനി ബത്തത്താണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബത്തത്താരാ? താറാവ്. താറാവ് എന്താ പറഞ്ഞത്? അന ബത്തത്തുൻ ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. അടുത്തതാരാ? ലഖലഖ്. ലഖലഖ് എങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുക? അന ലഖലഖുൻ ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. ദീക്ക്. അന ദീകുൻ ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. അർണബ് എങ്ങനെയായിരിക്കും പറയുക? അന അർണബ് ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. ഫനസുൻ എന്ന പദത്തിലെ ആദ്യത്തെ അക്ഷരം ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അഹ്മർ നിറത്തിലുള്ള ഒരു അക്ഷരമില്ലേ? അത് ഏതാ കൂട്ടുകാരെ? ഫ. ഏതാണ്? ഫ എന്നുള്ള അക്ഷരമാണല്ലേ? അപ്പോൾ നമുക്ക് ഫ എന്ന അക്ഷരമാണ് ഇന്ന് പഠിക്കാനുള്ളത്. കൂട്ടുകാർക്ക് അറിയാമല്ലോ, എവിടെയാണോ അഹ്മർ നിറത്തിലുള്ള അക്ഷരം വരുന്നത് അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഈ പാഠഭാഗത്തിലുള്ള നമുക്ക് പഠിക്കാനുള്ള അക്ഷരം ഏതാണ്? ഹർഫ് ഏതാണ്? ഫ. എങ്കിൽ നമുക്ക് ഫ പഠിക്കാം, ഫ പരിചയപ്പെടാം. ഫ വെച്ചുള്ള 3 പദങ്ങൾ നമുക്ക് ആദ്യം പരിചയപ്പെട്ടാലോ? ഫ വെച്ചുള്ളത് പറഞ്ഞ് ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതാണത്? ഫനസുൻ. ഫനസുൻ പറഞ്ഞോ മക്കളെ? ഫനസുൻ. പിന്നെ ഫീ വെച്ച് പറഞ്ഞു നോക്കാം. ഫീ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ആരാണ്? ഫീലുൻ. ഫീലുൻ. അടുത്തത് ഒന്നുകൂടി നമുക്ക് പഠിക്കാം. ഫുസ്താനുൻ. എന്താണ് മക്കളെ? ഫുസ്താനുൻ. ഫുസ്താനുൻ. ഒന്നും കൂടെ പറഞ്ഞു നോക്കിയേ. ഫനസുൻ ഫീലുൻ ഫുസ്താനുൻ. ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള അക്ഷരം ഏതാണ്? ഫാ അക്ഷരമാണല്ലേ? ഹർഫു ഫാ. നോക്കൂ എങ്ങനെ എഴുതുക എന്ന്. ഫാ അക്ഷരം എഴുതുന്നത് ഇങ്ങനെയാണ്. മുകളിൽ ഒരു പുള്ളിയാണ് കൊടുക്കേണ്ടത്. ഫാ. നോക്കൂ, ഫാ അക്ഷരമാണിത്. മുകളിൽ ഒരു പുള്ളി കൊടുത്ത് ഫാ. ഇനി ഒരു വാക്കിന്റെ തുടക്കത്തിൽ ഫാ അക്ഷരം എങ്ങനെയാണ് വരുന്നത് നോക്കൂ. ഫാ അക്ഷരം ഒരു വാക്കിന്റെ തുടക്കത്തിൽ, ഫനസുൻ പോലെയുള്ള വാക്കിന്റെ തുടക്കത്തിൽ ഫായാണല്ലോ മക്കളെ. അപ്പോൾ ഫാന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഒരു വാക്കിന്റെ നടുവിൽ ഫാ അക്ഷരം വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കൂ, ഒരു വാക്കിന്റെ നടുവിൽ ഫാ അക്ഷരം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫാ എഴുതേണ്ടത്. ഇനി ഒരു വാക്കിന്റെ അവസാനത്തിലാണ് ഫാ അക്ഷരം വരുന്നതെങ്കിൽ അതിന്റെ രൂപം ഇങ്ങനെയാണ്. നോക്കൂ, ഒരു വാക്കിന്റെ അവസാനത്തിൽ ഫാ അക്ഷരം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഫാ അക്ഷരം എഴുതുന്ന രൂപം ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. കൂട്ടുകാർ നോക്കിക്കോളൂ, ഫാ അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്. ഫാ. നോക്കൂ, ഫാ അക്ഷരം എഴുതുകയാണ്, മുകളിലൊരു പുള്ളി ഫാ. നോക്കൂ, ഇനിയും ഒന്നുകൂടെ എഴുതി നോക്കാം. ഫാ അക്ഷരമാണ് എഴുതുന്നത്, മുകളിൽ ഒരു പുള്ളി ഫാ. ഇനി ഫാ ഫീ ഫു എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കിയാലോ. ഫാ ഫതഹ ഫ. ഒന്ന് പറഞ്ഞേ, ഫ. ഫാ ഫതഹ ഫ. ഇനി ഫാ ലമ്മ ഫു. ഫാ ലമ്മ ഫു. ഫ
ഫാ ലമ്മ ഫു. ഇനി അടുത്തത് നോക്കിയേ, ഫാ കെസ്റ ഫി, ഫാ കെസ്റ ഫി, ഫാ ഫു ഫി. ഒരിക്കൽ കൂടി എഴുതി നോക്കാം, ഫാ ഫത്ഹ ഫ, ഫാ ലമ്മ, നോക്കൂ മുകളിൽ വള്ളി ലമ്മ കൊടുത്താൽ ഫു. അടുത്തത് നോക്കൂ, ഫാ കെസ്റ ഫി, ഫാ ഫു ഫി. സ്ക്രീനിൽ കാണുന്ന അക്ഷരം ഏതാണ്? ഫാ. ഏറ്റവും മുകളിലെത്തിയത് ഫാ ഫതഹ ഫ, ഫാ കെസ്റ ഫി, ഫാ ലമ്മ ഫു, ഫാ സുകൂൻ ഫ്, ഫാ ഫി ഫു ഫ്. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ഫാ ഫി ഫു ഫ്. ഇനി നോക്കൂ ഫാ വെച്ചുള്ള വാക്കുകൾ. ഫ ഫറാശത്തുൻ, മനോഹരമായ ഒരു പൂമ്പാറ്റയുണ്ടല്ലേ, ബട്ടർഫ്ലൈ. ഫറാശത്തുൻ, ഒന്ന് വായിച്ചേ, ഫറാശത്തുൻ. അടുത്ത നോക്കിയേ, ഫവാക്കിഹുൻ, പഴങ്ങൾ. ഫവാക്കിഹുൻ, കൂട്ടുകാർ വായിച്ചേ, ഫവാക്കിഹുൻ. ഫറാശത്തുൻ ഫവാക്കിഹുൻ, ഫറാശത്തുൻ ഫവാക്കിഹുൻ. അടുത്ത നോക്കൂ, ഫ വെച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് പഠിച്ചതാണ്. ഫ ഫനസുൻ ഫഅറുൻ, ഫ ഫനസുൻ ഫഅറുൻ. ഒന്ന് വായിച്ചേ മക്കളെ, ഫ ഫനസുൻ ഫഅറുൻ. അടുത്തത് നോക്കിയേ, ഫാ കെസ്റ ഫി, ഫീലുൻ, ഫിൻജാനുൻ, കപ്പ് കോപ്പയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന. ഫിൻജാനുൻ, ഫീ ഫീലുൻ, ഫീ ഫിൻജാനുൻ. അടുത്തത് നോക്കിക്കോളൂ, ഫീ ഹാഫിലത്തുൻ, ഫീ സഫീനത്തുൻ. ഒന്ന് വായിച്ച മക്കളെ, ഫീ ഹാഫിലത്തുൻ. സ്കൂൾ ബസ് കണ്ടില്ലേ, മനോഹരമായ സ്കൂൾ ബസ്. ഫീ സഫീനത്തുൻ, കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഫീനത്ത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമില്ലേ? നാം. അടുത്ത നോക്കൂ, ഫാ ലമ്മ ഫു, ഫുല്ലുൻ, മുല്ലപ്പൂവ്. എന്തൊരു രസമുള്ള സുഗന്ധമാണല്ലേ ഫുല്ല് നൽകാറുള്ളത്. അടുത്തത് ഫുൽഫുലുൻ, കുരുമുളക് ഔഷധമാണല്ലേ, നമുക്ക് കഴിക്കുമ്പോൾ എരിവ് അനുഭവപ്പെടാറുണ്ട്. ഫുല്ലുൻ ഫുൽഫുലുൻ. അടുത്ത നോക്കൂ, ഫൂഫുലുൻ. എന്താണ് ഫൂഫുലുൻ മക്കളെ? അടക്ക. അടുത്ത വായിച്ചോളൂ, ഫുസ്താനുൻ, ഫുസ്താനുൻ, ഫൂഫുലുൻ. വായിച്ച മക്കളെ, ഫൂഫുലുൻ, ഫുസ്താനുൻ, കുഞ്ഞുടുപ്പ് കണ്ടില്ലേ, ഫുസ്താനുൻ. മാക്സിക്കൊക്കെ ഫുസ്താനുൻ എന്ന് പറയാറുണ്ട്. ഫൂഫുലുൻ, ഫുസ്താനുൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പാഠഭാഗം ഏതാണ്? ഫനസുൻ ലദീദുൻ ഹയ്യാ നഅകുലു. രുചിയുള്ള ഫനസ്, വരൂ നമുക്ക് കഴിക്കാം എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതല്ലേ? കൂട്ടുകാരെല്ലാവരും അവസാന ഭാഗത്ത് മനസ്സിലാക്കിയത് എന്താണ്? ഫാ അക്ഷരം എങ്ങനെയാണ് എഴുതുക? ഫായിന് ഫത്ഹ് നൽകുമ്പോൾ ഫാ എന്ന് പറയും, ഫായിന് കെസ്റ് നൽകുമ്പോൾ ഫീ എന്ന് പറയും, ഫായിന് ലൊമ്മ് നൽകുമ്പോൾ ഫു എന്ന് പറയും, ഫായിന് സുക്കൂൻ നൽകുമ്പോൾ ഫ് എന്ന് പറയും. ഇങ്ങനെ അക്ഷരങ്ങളും നമ്മൾ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അക്ഷരങ്ങൾ എഴുതുന്ന രൂപം എങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. ഇനി എല്ലാ വിദ്യാർത്ഥികളും വീട്ടിൽ നിന്ന് നന്നായി എഴുതി പഠിക്കുമല്ലോ കൂട്ടുകാരെ. നിങ്ങളുടെ നോട്ട് ബുക്കിലോ നിങ്ങൾക്ക് സ്ലൈറ്റ് ഉണ്ടെങ്കിൽ അതിലോ എഴുതി പഠിച്ചതിന് ശേഷം ടീച്ചറെ ആ വിവരം അറിയിക്കണം. നിങ്ങൾ ഫ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ആ എഴുതിയത് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമല്ലോ. എങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.